ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ബാഹുബലി ചന്തയ്ക്ക് പോവുകയാണ്. ചന്ത ഫെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് റെഡിയായി നിൽക്കാൻ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഇച്ചാൻ എത്തിയപ്പോഴേക്ക് കുറച്ച് ലേറ്റായി പോയി. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, വണ്ടി കംപ്ലൈൻ്റ് ആയെന്നും പറഞ്ഞ് വിഷമം പറഞ്ഞോണ്ട് നിൽക്കുവാണേ. ഇനി എന്തായാലും ബാക്കി കാണിക്കാൻ പറ്റൂല. അങ്ങനെ വീടും പൂട്ടി കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഇവിടുത്തെ തിരക്കിൽ ഒരു കുറവുമില്ല. ഇവർക്കൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മളായിട്ട് വടി കൊടുത്ത് അടി വാങ്ങണോ? നോട്ട് പോയിന്റ്. ആ ഒരു വശത്ത് ഫുൾ കളിപ്പാട്ടക്കടയാണ്. കുട്ടികളുള്ള മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ നാളായിട്ട് വിചാരിക്കുന്നു ഒരു വെട്ടുകത്തി വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്നതാണ് ഈ അപ്പൂപ്പന്റെ കടയിലോട്ട്. നല്ല വെട്ടുകത്തിയായി. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം തിരിച്ചു വരുമ്പോ വാങ്ങാന്ന് പറഞ്ഞതാണ് മണ്ടത്തരമായി പോയത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. തിരിച്ചു വന്നപ്പോഴേക്കും അപ്പൂപ്പൻ കടയും പൂട്ടി വീട്ടിൽ പോയി. ഇച്ചാനാണെങ്കിലോ കത്തിയെടുത്ത് വീശിയും കറക്കിയെല്ലാം നോക്കുന്നുണ്ട് കൈക്ക് ഇണങ്ങുമെന്ന്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, അപ്പൂപ്പൻ പോയില്ലേ. നമുക്ക് ഇതേപോലെ ഫിഷിനെയൊക്കെ വാങ്ങാൻ പറ്റും. ഇതേപോലെ കവറിനകത്ത് വെള്ളം നിറച്ച് ഫിഷിനൊക്കെ അതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അലങ്കാര മത്സ്യം ഇഷ്ടമുള്ളവർക്കൊക്കെ വീട്ടിലെ ഫിഷ് ടാങ്കിനകത്ത് കൊണ്ടിട്ടാൽ മതി. ഇതുകൂടാതെ തന്നെ ധാരാളം അക്വേറിയങ്ങൾ അവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനിതൊക്കെ നടന്നു കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് കാണാതാവും. അപ്പോൾ ഓർത്താ മതി ഇവിടെ എവിടെയെങ്കിലും ഫിഷ് ടാങ്ക് ഉണ്ടോന്ന്. വെറൈറ്റി ടെട്രാ ഫിഷ് കിട്ടുമെന്ന് നോക്കി നടക്കുന്ന നടപ്പാണേ. നോക്കിയത് ടെട്രാ ഫിഷ് ആണെങ്കിൽ വാങ്ങിയത് 2 ഷ്രിമ്പ് കൂട്ടന്മാരാണ്. കുറച്ച് മടിച്ച് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളത് കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.